ചരിത്രമുറങ്ങുന്ന വയലാറിൻ്റെ മണ്ണിൽ വിശുദ്ധ സെന്റ് ഫ്രാൻസിസ് സേവർ പള്ളിയുടെ തിരുമുറ്റത്ത് ഇടവക ജനങ്ങൾ അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്ന് തിരുപ്പിറവി. ആദിമകാലത്ത് ദൈവം മനുഷ്യനോട് സംസാരിച്ചിരുന്നത് പ്രവാചകന്മാരിൽ കൂടിയായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ദൂതന്മാരിൽ കൂടിയും സംസാരിക്കാറുണ്ട്. യഹൂദിയായിൽ നിന്നും 80 കാതം അകലെയായി നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് രാജാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ജോസഫ് എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് മറിയം എന്നു പേരോടുകൂടിയ കന്യകയുമായി വിവാഹമുറപ്പിച്ചിരുന്നു. നിർമ്മലവും നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയ ദൈവവിശ്വാസിയായിരുന്നു മറിയം. അക്കാലത്ത് സ്ത്രീകളെല്ലാവരും തന്നെ ദൈവകുമാരൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചന സാക്ഷാത്കാരത്തിനായി വിശുദ്ധിയുള്ള ജീവിതം നയിച്ചു പോന്നു. നിരന്തരമായ പ്രാർത്ഥനയിൽ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ബലപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗബ്രിയേൽ മാലാഖ യാതൊരു മുന്നറിയിപ്പും കൂടാതെ മറിയത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. എന്താണ് ഈ അഭിസംബോധനയുടെ അർത്ഥം? ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. ഞാൻ സർവശക്തന്റെ ദാസിയായ ഒരു നിർധന കന്യക, വിവാഹിതയുമല്ല. പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ബന്ദി എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോൽ എന്നിൽ ഭവിക്കട്ടെ. പാലസ്തീൻ്റെ വടക്കൻ പ്രദേശമായ നസറത്ത് എന്ന പട്ടണത്തിലായിരുന്നു മറിയം താമസിച്ചിരുന്നത്. എന്നാൽ എലിസബത്ത് ആകട്ടെ തൻ്റെ ഭർത്താവായ സഖറിയായുമൊത്ത് തെക്കുള്ള മലമ്പ്രദേശമായ യഹൂദിയായിലും ആയിരുന്നു. 2-3 ദിവസത്തെ ക്ലേശകരമായ യാത്രയ്ക്ക് ശേഷം വൃദ്ധയായ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് മറിയം എത്തിച്ചേർന്നു. മഹാപുരോഹിതനായ സഖറിയായുടെ ദൈവകൃപ ലഭിച്ചവളായ എലിസബത്തെ, നിനക്ക് വന്ദനം. മറിയമേ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. നിന്റെ വന്ദനസ്വരം കേട്ട മാത്രയിൽ എൻ്റെ ഉദരത്തിൽ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് നിന്നോട് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സർവചരാചരങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ യഹോവേ, അങ്ങേക്ക് സ്തുതി. അക്കാലത്ത് മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്തതിനാലും മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ദൈവം
നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അഗസ്ത സീസറിൻ്റെ ഭരണവർഷം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അഗസ്ത സീസർ അപൂർവമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ അഗസ്ത സീസറിൻ്റെ കൽപ്പന എന്തെന്നാൽ പാലസ്തീൻ നാട്ടിലെ ഓരോരുത്തരും താങ്കളുടെ നഗരത്തിൽ പോയി പേരെഴുതി ചേർക്കേണ്ടതാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അല്ലാത്ത പക്ഷം അവർക്കെതിരെ വലിയ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നതാണ്. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലിയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. പ്രദേശത്തെ വയലുകളിൽ ആടുകളിൽ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്ത് എത്തി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമുക്ക് ബെത്ലഹേമിലേക്ക് പോകാം. അതെ, നമുക്ക് പോകാം. ദൂതൻ പറഞ്ഞതുപോലെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ലോകരക്ഷകനെ കണ്ട് നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. അതെ, നമുക്ക് പോയി ആരാധിക്കാം. ഇതേ സമയം യൂദയ ഭരിക്കുന്ന ഹെറോദസിൻ്റെ കൊട്ടാരം ആരോ വരുന്നുണ്ടല്ലോ. യൂദാ സാമ്രാജ്യം അടക്കു വാഴുന്ന ഹെറോദസിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുവാൻ ആർക്കാണ് ഇത്ര ധൈര്യം? ഗുരു, അങ്ങെന്താണ് ഈ പാതിരാവിൽ? മഹാരാജാവ് ആളയച്ചു, ഞാൻ വന്നു. അങ്ങ് അറിഞ്ഞു, യൂദാ സാമ്രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ ആഹ്ലാദത്തിലാണ്. അവർക്കൊരു രക്ഷകൻ ജനിക്കാൻ പോകുന്നുവെന്ന്. പ്രകൃതിയിലെ മാറ്റങ്ങൾ ഞാൻ കാണുന്നു.
വലിയ മാറ്റങ്ങൾ. വാനമേഘങ്ങൾ കാഹളം മുഴക്കുന്നു. യൂദയായിലെ മലഞ്ചെരുവുകളിൽ സുഖനിദ്രയിലാർന്ന ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ കലമാൻ കൂട്ടങ്ങളെ പോലെ കുതിച്ചു ചാടുന്നു. എന്താണ് ഇതിനെല്ലാം കാരണം? ഇനി പൂർവികർ പറഞ്ഞതുപോലെ മിശിഹായുടെ ജനനം കഴിഞ്ഞു പോകും. മിശിഹായുടെ ജനനം അത് നടന്നു കഴിഞ്ഞു. രാജഗുരു, എന്തിനാണ് നാം അങ്ങേ വിളിപ്പിച്ചതെന്നറിയാമോ? യൂദയായിലെ സകല ചരാചരങ്ങളും ആഹ്ലാദിക്കുമ്പോൾ അങ്ങ് മാത്രം ഇത്ര ഉത്കണ്ഠാകുലനായിരിക്കുന്നത് എന്തെന്ന് നമുക്കറിയാം. കുറച്ച് നാഴികയ്ക്ക് മുമ്പ് മധ്യ പൗരസ്ത്യ ദേശത്ത് നിന്നും 3 സഞ്ചാരികൾ ഇവിടെ വന്നിരുന്നു. പതിറ്റാണ്ടുകളായി നാം അടിമയാക്കി വച്ചിരിക്കുന്ന യഹൂദ ജനതയെ മോചിപ്പിച്ച് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാനും അതിന്റെ രാജാവാകുവാനായി വരുന്ന മിശിഹ എവിടെയാണ് ജനിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി. എന്നിട്ട് അവരെവിടെ? വിഡ്ഢികൾ ശിശുവിനെ കണ്ട ശേഷം ആ വിവരം നമ്മെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞ് നാം അവരെ പറഞ്ഞയച്ചു. ഹെറോദേസിന്റെ ക്രൂരമുഖം അവർ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് അവരുടെ കൂടെ നമ്മുടെ ചാരന്മാരെ ഒന്നും അയച്ചില്ലേ? ഇല്ല, അവർ മടങ്ങി വരും. ഇല്ല ഇല്ല, അവർ മടങ്ങി വരില്ല. മുൻപങ്ങ് സൂചിപ്പിച്ചില്ലേ 3 സഞ്ചാരികളെന്ന്? അവർ സഞ്ചാരികളല്ല, അവർ 3 ജ്ഞാനികളാണ്. യൂദയായിൽ ജനിക്കുവാൻ പോകുന്ന ലോകരാജാവിന്റെ ജന്മം മുൻകൂട്ടി അറിഞ്ഞ് അവനെ ആരാധിക്കാൻ വന്നവരാണ് അവർ. അവർ ഇനി മടങ്ങി വരില്ല. അടിയൻ വേഗം പോകും, അവരെ കണ്ടെത്തും. ഉത്തരവ് പ്രഭു. യൂദയായിലെ രാജനിൽ രാജൻ, പ്രധാന പുരോഹിതൻ, അതിലുമുപരി രാജഗുരു ഹിരിയോസ്, നിങ്ങളൊരു ത്രികാല ജ്ഞാനിയല്ലേ? പറയൂ, ആ ശിശു എവിടെയാണ് ജനിക്കുന്നത്? പുരാതന ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ഭൂമിയിലെ സമസ്ത നഗരങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ബെത്ലഹേം. നിന്നിൽ നിന്ന് പിറക്കുവാൻ പോകുന്നവൻ ലോകരാജാവായി തീരും. എന്ത്? യൂദയുടെ രാജാവായ മിശിഹ നമ്മുടെ അധികാര പരിധിയിലുള്ള ബെത്ലഹേമിൽ ജനിക്കുന്നു? അതെ, ഭൂമിയിലും വാനമേഘങ്ങളിലും കാണുന്ന മാറ്റങ്ങൾ മധ്യപൗരസ്ത്യ ദേശത്തിനും അപ്പുറത്തു നിന്ന് പോലുമുള്ള ജ്ഞാനികളുടെ ആഗമനവും അത് സാധൂകരിക്കുന്നു. മിശിഹായുടെ ജനനം അത് നടന്നു കഴിഞ്ഞു. ഇല്ല, അത് സംഭവിക്കില്ല. അത്തിനിരകളെ തകർത്ത് അവരുടെ കബന്ധങ്ങൾക്ക് മിത രഥം പായിച്ച് നാം പടുത്തുയർത്തിയ ഈ റോമാ സാമ്രാജ്യം കേവലം ഒരു യഹൂദ ശിശുവിന്റെ ജനനത്തിൽ താർന്നടിയുമോ? ഒരു ചെറു മത്സ്യത്തെ പിടിക്കാൻ ഗലീലിയ കടൽ പറ്റിക്കേണ്ടി വന്നാലും നാം അതും അതിലുള്ള സമസ്തവും നശിപ്പിക്കും. അടിയൻ അവരെ കണ്ടെത്തിയോ? പ്രഭു, എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ജെറുസലേമിൽ കടക്കാതെ മടങ്ങിപ്പോയി. ഇനി നമുക്ക് ആ ശിശുവിനെ കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രഭു. സമയം കഴിഞ്ഞുപോയി ഹെരോദോസ്, സമയം കഴിഞ്ഞുപോയി. അങ്ങകലെ ബത്ലഹേം കുന്നുകൾക്ക് മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. യൂദയ സാമ്രാജ്യത്തിന്റെ അസ്തമനവും മിശിഹ സാമ്രാജ്യത്തിന്റെ ഉദയവും അത് ഈ രാവ് പുലരും മുൻപ് സംഭവിച്ചിരിക്കും. ഇല്ല, അത് സംഭവിക്കില്ല. ജോർദാൻ നദി വഴിമാറി ഒഴുകട്ടെ, ചെങ്കടൽ മുഴുവനായി പറ്റട്ടെ. എങ്കിലും ഈ ഹെറോദേസ് മാത്രം മാറില്ല. എതിർത്ത് നിന്നവരെ ചോരയിൽ ചവിട്ടിയാണ് ഹെറോദേസ് ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. അതിലെതിർത്ത് നിന്ന ഇറ്റാലിയൻ ഗോത്ര സന്തതികളുടെ ചോരയാണത്. ജോർദാൻ നദി ഞാൻ ചുവപ്പിക്കും. നിങ്ങൾക്ക് തെറ്റുപറ്റി ഹെറോദോസ്, നിങ്ങൾക്ക് തെറ്റുപറ്റി. എല്ലാം കാൽക്കീഴാണെന്ന് അഹങ്കരിച്ച ഹെറോദസിന് തെറ്റുപറ്റി. ആ ജ്ഞാനികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ചാർജെ പോലും അയക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആ വിഡ്ഢിത്തത്തെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കും. വരുംകാല ചരിത്രം അതോർത്ത് ചിരിക്കും. അതല്ലെങ്കിൽ ചരിത്രത്തിന്റെ നിയോഗമായിരിക്കും അത്. ആരവങ്ങൾ വിലാപ കൊടുങ്കാറ്റായി മാറട്ടെ. എങ്കിലും
യൂദയായുടെ സിംഹാസനം അത് ഈ ഹെറോദേസിന് മാത്രം സ്വന്തം. അടിയൻ പോകും. യൂദയാലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള എല്ലാ 2 വയസ്സിന് താഴെയുള്ള ആൺ ശിശുക്കളെ ശിരച്ഛേദം ചെയ്യാൻ യൂദയ ഭരിക്കുന്ന ഹെറോദേസിന്റെ കൽപ്പന. ഉത്തരവ് പ്രഭു. നിര്യോസ് ഈ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ രാജാവ് എന്ന ലിഖിതം യൂദയ അടക്കി ഭരിക്കുന്ന ഈ ഹെറോദേസിന്റെ പേരിൽ തന്നെ കുറിക്കപ്പെടണം. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും രൂപമായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയ ഈ സുദിനത്തിൽ ആട്ടിടയന്മാരോടും രാജാക്കന്മാരോടുമൊപ്പം നമുക്കും ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാം. വരുവിൻ ദീർഘദർശികളെ, മധ്യപൗരസ്ത്യ ദേശത്തു നിന്നും നിങ്ങൾ തുടങ്ങി വെച്ച യാത്രയുടെ അവസാനം ഇതാ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. വന്ന് ദിവ്യവൈതലിനെ ദർശിച്ചാലും. പിതാവായ ദൈവമേ, അങ്ങ് എത്രയോ മഹോന്നതൻ. അങ്ങേ ദിവ്യ പൈതലിനെ ദർശിപ്പാൻ അടിയങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചുവല്ലോ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോടൊപ്പം ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആദിമമാതാപിതാക്കളാൽ പാപത്തിൽ മൂടിയ തമസിന്റെ മേലെങ്കിൽ ഇതാ ഈ ദിവ്യ പൈതലിന്റെ ഉദയത്തോടെ നമ്മിൽ നിന്ന് മാറിപ്പോകുമല്ലോ. പ്രപഞ്ച സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ രാവ്, ലോകരക്ഷകൻ പിറന്ന രാവ്, തലമുറകൾ ഉദ്ഘോഷിക്കുന്ന പുണ്യജന്മം, ഇത് കാണാൻ, ഇതിന് സാക്ഷികളാകാൻ ഏഴകളായ ഞങ്ങളെ നീ യോഗ്യരാക്കിയല്ലോ. ഞങ്ങളുടെ ജന്മം സഫലമായി, ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായി. ഇനി ഞങ്ങൾക്ക് സ്വന്തം ദേശത്തേക്ക് മടങ്ങേണ്ടതുണ്ട്. നിൽക്കൂ. ഹെരോദോസ് ശിശുവിനെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ആയതിനാൽ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകാതെ മറ്റു മാർഗത്തിലൂടെ സ്വദേശത്തേക്ക് മടങ്ങുവിൻ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി